من دائما أبدا على حبيبك خير الخلق كلهم. നമ്മുടെ നാടിലും പരിസരങ്ങളിലൊക്കെ ധാരാളമായി ഇൽമിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കപ്പെടുന്ന ദിവസങ്ങളും മാസങ്ങളുമാണ് നമ്മുടെ മുന്നിൽ. പല നാടുകളിൽ ഉറൂസ്, അതിനോടനുബന്ധിച്ച് ഒരുപാട് ദിവസങ്ങളുടെ വാഹ് പരമ്പര, ചില നാടുകളിലൊക്കെയും സ്വലാത്തിന്റെ വാർഷികം, അതിനോടനുബന്ധിച്ച് വാഹ് എന്ന് പറഞ്ഞാൽ ധാരാളമായി വാഹിന്റെ സദസ്സ് സംഘടിപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കടന്നു പോകും. പക്ഷെ എത്ര വാദം പറഞ്ഞാലും ഹിദായത്തിന്റെ റൂട്ടിലേക്ക് ആളുകൾ കടന്നു വരുന്നത് വളരെ കുറവാണ്. വലിയ വലിയ പ്രഭാഷകന്മാർ, വാഹിനികൾ ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു നാട്ടുകാർ പറഞ്ഞു, 8 മാസം മുമ്പ് ഞാൻ നമ്മുടെ കമ്മിറ്റിക്കാരിൽ അവസ്ഥാനം ബുക്ക് ചെയ്ത് 1 മാസം മുമ്പ്, അങ്ങനെ കിട്ടുന്നില്ല. 1 മാസങ്ങൾക്ക് മുമ്പ് എന്നിട്ട് വാത് പറഞ്ഞ് വാത് കേൾക്കാൻ കുറെ ആളുകൾ. പക്ഷെ ആളുകൾക്ക് മാറ്റം ഉണ്ടാകും. കാരണം മുമ്പന്നെ വാന്മാർ പഠിപ്പിച്ചതാണ്. ചില ആളുകൾ സ്വന്തമായിട്ട് രോഗികളാണ്. സ്വന്തം രോഗികളായിരിക്കെ മറ്റാളുകൾക്ക് വാത് ചികിത്സിച്ചാൽ ആ ചികിത്സ ഫലിക്കൂല. അപ്പൊ വാത് പറയുന്ന ചില ആളുകൾ, പറയുന്ന ആള് അവരുടെ താല്പര്യം ഉണ്ടായിട്ടില്ല. കേൾക്കുന്ന ആളുകൾ അങ്ങനെയാണ്. ഇങ്ങനെ ഈ രൂപത്തിലൊക്കെയും പിന്നെ ഓഫ്ലൈനിലും ഓൺലൈനിലും അല്ലെങ്കിൽ വാത് വിക്കലുകളും മജ്‌ലിസുകളൊക്കെയും ഉള്ള കാലം. അതുകൊണ്ട് ആളുകൾക്ക് ഫലമുണ്ടാവുമായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ ആ ഒരു സുന്ദരമായ അവസ്ഥ എല്ലാ 12 മാസങ്ങളും റമദാന് പോലെ ആവുമായിരുന്നു. ഇത് വാത് പറഞ്ഞ് വാതിന്റെ ദിവസങ്ങളിൽ പല ഉറൂസ് നടക്കുന്ന വാദികൾ നാട്ടിലൊക്കെയും ഖതീബായിട്ട് ഉണ്ടായ ആളുകളായി 20 ദിവസത്തിന്റെ വാദം, 25 ദിവസത്തിന്റെ വാദം. ഉറൂസ് നടക്കുന്ന ആ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് അന്നത്തെ സുബഹി നിസ്കാരത്തിന് ആള് വളരെ കുറവാണ്. വലിയ വാഹിനികൾ വന്നിട്ട് വാദം വാങ്ങി പോകും. നിസ്കാരത്തിന്റെ കാര്യങ്ങൾ, അത് തറാവിഹ് ഉള്ള ഭയാനകമായ ശിക്ഷകൾ, ആ കാര്യങ്ങൾ. മറ്റുള്ള ദിവസത്തിൽ മെമ്പർ എത്രയായിരുന്നോ ആ മെമ്പറിന്റെ കാലം 2-3 കുറവാണ്. രാത്രി 1 മണി വരെ വാദം കിട്ടുന്ന അതിന്റെ ക്ഷീണം കൊണ്ട് വാങ്ങി നടക്കുന്ന ആ അവസ്ഥ അങ്ങനെയാണ്. ഇതുകൊണ്ട് നമുക്ക് ഇൽമിന്റെ മജ്‌ലിസിന് ഒരു ബർക്കത്തുണ്ട്. അത് വേറെ, ഇൽമിന്റെ മജ്‌ലിസിന് ഒരു ബർക്കത്തുണ്ട്. പക്ഷെ ആ മജ്‌ലിസ് കിട്ടുകൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ആളുകൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. അത് കേൾക്കുന്ന ആരുടെ പ്രശ്നമാണോ അല്ല അത് പറയുന്ന ആരുടെ പ്രശ്നമാണോ ഒന്നാമത്. നമ്മുടെ വാദം തന്നെ ഇപ്പൊ എല്ലാ ദിവസവും വാദന ഉണ്ട്. നേട്ടം എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും കൂടിയാണ്. മെമ്പർമാർ കൂടുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണ് സംഭവം. എന്റെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാർ ഇതേപോലെ സുബഹിന്റെ ക്ലാസ് എല്ലാ ദിവസവും സംഘടിപ്പിക്കും. അപ്പോ പിള്ളേരുടെ ഭാഗത്തുള്ള ഒരു മാറ്റം. അയാളിപ്പോ അതേ നാട്ടിൽ സത്യമായിട്ടുണ്ട് വേറെ പോലെ. അപ്പൊ അയാളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറയാൻ വാദം പറഞ്ഞിട്ട് ആളിങ്ങനെ പറയാൻ തൂങ്ങുന്നുണ്ട്, പറയാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലെ, അപ്പൊ അയാൾ ഒരു ഉസ്താദിനോട് പറഞ്ഞു, ഈ ക്ലാസ് നിർത്തിയാ എന്താ? കാരണം അതിനുകൊണ്ട് ഒരു മാറ്റം കാണുന്നില്ല. ഒരാളിങ്ങനെ തൂങ്ങുന്നു, ഒരാളെ ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, വാത് നീ തൂങ്ങുന്നത് പറഞ്ഞത് നോക്കാതെ നിനക്ക് നോട്ടം വേണ്ട. ഇൽമിന്റെ മജ്‌ലിസ് അതിന് ഇരുന്നാലും തൂങ്ങിയാലും പറഞ്ഞാലും കിടന്നാലും അതിനൊരു വർക്കത്തുണ്ട്. അത് പറഞ്ഞതാണ്. പറയാം, ഇൽമിന്റെ മജ്‌ലിസിന് വർക്കത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് കിട്ടേണ്ട മൻഫഅത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോ ഇതാണ് ഇതിന്റെ വിഷയം. പക്ഷെ എന്തായാലും മൻഫഅത്തുകളും അതിന്റെ ലാഭങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വിഷയമുണ്ട്. അത് മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെടൽ. ആരായ സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിവാ ഹുബ്ബി ലദൈക വസീലത്തുൻ ഫംനൻ അലയ്യ ബിഫദ്ലി ജൂദിക അസ്അദി. പഠിച്ചവനെ, എന്റെ കയ്യിൽ പറയത്തക്ക രൂപത്തിലുള്ള ഇബാദത്തുകളോ വലിയ വലിയ നിന്നിലേക്ക് എത്തിച്ചേർന്ന വസീലകൾ എന്റെ കയ്യിലില്ല. പഠിച്ചവനെ, ഉള്ളതെന്താ? സിവാ ഹുബ്ബി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്. അതുകൊണ്ട് എന്റെ കൽബിൽ ധാരാളം സ്വലാത്ത് എഴുതുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ അത് മുറിഞ്ഞു പോകാതെ കൊണ്ടു നടക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള മഹബ്ബത്തിന്റെ ചില ഭാഗങ്ങൾ എന്റെ കയ്യിലുണ്ട്. അതാണ് അത് ഏതായാലും പല കിട്ടുന്ന കാര്യം. നമുക്ക് നാളെ ആഖിറത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തിപ്പെടാൻ കഴിയുമോ ഇല്ല നമുക്കറിയില്ല. കാരണം എങ്ങനെ എത്തിപ്പെടുമല്ലേ? എപ്പോഴും റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച വലിയ വലിയ മഹാന്മാരുടെ അവിടുത്തെ ചുറ്റുപാടുകളുടെ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ആ സമയത്ത് 1,000-ൽ-പരം സ്വഹാബത്തുണ്ടായിരുന്നു. 1,000-ൽ-അധികം സ്വഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ സമയം. ആ സ്വഹാബാക്കളുടെ മുഴുവൻ ഹബീബായ തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. എങ്ങനെ? സ്വലാത്ത് കൊണ്ട്, മഹബ്ബത്ത് കൊണ്ട്, സുന്നത്ത് ഹയാത്താക്കൽ കൊണ്ട്. അല്ലെ, ആ ഹബീബ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള മഹാന്മാരൊക്കെ അടുത്തിരിക്കുമ്പോ നമുക്കിപ്പോ ദുനിയാവിൽ തന്നെ
അയാത്തുള്ള വലിയൊരു പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ വന്നാൽ ഞമ്മ ചിലപ്പോ വാദം കാര്യങ്ങളും മജിലിസൊക്കെ കഴിഞ്ഞിട്ട് കൈ കൊടുക്കാൻ വേണ്ടി കാത്തിന്ന് നമുക്ക് കൈ കൊടുക്കാൻ പറ്റും. എത്ര ആളുകൾ ഒരു 500 ആളുടെ സദസ്സിൽ പോലും നമുക്കത് പറ്റുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളത്തെ ആരാണ്? അക്ഷരയുടെ നാളത്തെ ദിയാമത്ത് നാടിന്റെ സയ്യിദ കിങ്ക എല്ലാ പറമ്പുകളാണ്. അപ്പൊ ആ ഹബീബിന്റെ അടുത്തേക്ക് എന്താ എത്തിപ്പെടാൻ കഴിയോ? ഒരുപാട് കാര്യങ്ങൾ സയ്യിദുന ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ ചെറുപ്പിന്റെ ഹാദിമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഹയാത്ത് കാലത്ത് ചെറുപ്പ് വെക്കാനും കൊടുക്കാനും അത് വൃത്തിയാക്കാനും അത് ക്ലിയർ ചെയ്യാനും അതിനുവേണ്ടി മാത്രം കാത്തിരുന്ന മഹാനാണ് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു ഭാഗത്ത് ഇതങ്ങളെ മിസ്വാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരാം. അല്ല മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു അല്ലേ അനസ് ഡ്യൂട്ടി തന്നെ റസൂലുള്ളാഹി നിസ്കരിക്കാൻ നിന്നാൽ ഇബാദത്ത് ചെയ്താൽ മിസ്വാക്ക് കൊടുക്കുക. അല്ലേ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു പാലാവുകാരനെ പറയുന്ന മഹാനായ സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വേണമില്ലാണ് കൂടെ കഴിയും. അയ്യോ ഒരുപാട് യാസനങ്ങൾ അമ്മാവതങ്ങൾ സുബ്ഹാനല്ലാഹ് ഔഫലങ്ങൾ കാബതങ്ങൾ ഇതെല്ലാം ആരാണ്? റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവര്. അപ്പോ അവരുടെ അടുത്തെന്തെങ്കിലും കുറച്ചെങ്കിലും ലോങ്ങിന് വെച്ച് റസൂലുള്ളാഹി ഞങ്ങളെ കാണണമെങ്കിൽ ശരിയെങ്കിലും ഇവിടെ കയ്യിൽ വേണ്ടേ, എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും റസൂലുള്ളാഹി ഞങ്ങൾ ആ സുന്നത്തെങ്കിലും എല്ലാവരും പോലെ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിലും ഹയാത്താക്കാൻ നമ്മളെ കൊണ്ട് പറ്റണ്ടേ? അവിടുത്തെ ആ മഹബത്തിന്റെ റൂട്ടിൽ നാം എത്തിപ്പെടണ്ടേ? അതിനുള്ള ഏറ്റവും വലിയ ഒരു വസീലയാണ് ഹബീബായ തങ്ങളുടെ പേരിൽ ചൊല്ലപ്പെടുന്ന സ്വലാത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്ത് ചൊല്ലണേ. ജീവിതത്തിൽ ഒരു ദിവസത്തിൽ പറഞ്ഞത് ഒരു 100 സ്വലാത്ത്, പറഞ്ഞത് ഒരു 100 സ്വലാത്തെങ്കിലും അത് നടക്കുമ്പോ ചെല്ലാം, ഇരിക്കുമ്പോ ചെല്ലാം, കിടക്കുമ്പോ ചെല്ലാം, വാഹനത്തിൽ കയറുമ്പോ ചെല്ലാം, പള്ളികൾ വന്നിട്ട് മജ്‌ലിസിൽ ഇരുന്നിട്ട് തന്നെ ചെല്ലണമെന്നല്ല. അത് ചെല്ലുമ്പോ 10 ആളുകളാകുമ്പോ 10 ആൾ ആമീൻ അതിനൊരു ബർക്കത്തുണ്ടോ? അതിന് വേണ്ടിയിട്ട് മാത്രം എപ്പോഴും ചെല്ലാൻ പറ്റുന്ന, ശുദ്ധിയുള്ള സമയത്തും ശുദ്ധിയില്ലാത്ത സമയത്തും ചെല്ലാൻ പറ്റുന്ന, പെണ്ണുങ്ങൾക്ക് നിസ്കാരം പാടില്ല എന്ന് പറയുന്ന സമയത്ത് പോലും ചെല്ലാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒറ്റയ്ക്ക് ചെല്ലിയാൽ ഈ മഹാന്മാരൊക്കെയും അടുത്തടുത്ത് കൂടുമ്പോ കുറച്ച് ദൂരത്തിൽ നിന്നിട്ടെങ്കിലും റസൂലുള്ളാഹി ഞങ്ങളെ കാണാനും അവിടുത്തെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കത് ഭാഗ്യം തരും. പടച്ചറബ് രൂപത്തിൽ സ്വലാത്ത് കൊണ്ട് റസൂലുള്ളാഹി ഞങ്ങളുടെ സുന്നത്തുകൾ ഹയാത്താക്കൽ കൊണ്ട് ഹബീബായ ഞങ്ങളെ സ്നേഹിക്കാനും മഹബ്ബത്ത് വെക്കാനും പടച്ചോനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ പടച്ചോനെ ഒരുപാട് കാലങ്ങളായി സ്വലാത്ത് എല്ലാം തുടങ്ങിയിട്ട് ചെറിയ പ്രായം മുതൽ മദ്രസയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉമ്മമാരെ പഠിപ്പിച്ച ഏറ്റവും വലിയ ഇബാദത്താണ് ഹബീബായ റസൂലുള്ളാഹ് തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. അന്ന് മുതൽ ഇന്ന് വരെ പടച്ചവനെ ഒരു സ്വലാത്ത് പോലും ചെല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. ഇനിയും മരിക്കുന്നത് വരെ ആ രൂപത്തിൽ സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും അതിനുള്ള സന്മനസ്സും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നീ സലാമത്തിലാക്കി തരണേ റബ്ബേ. ഒരുപാട് ആളുകൾ പലവിധ ശാരീരികമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അതിൽ നമ്മുടെ കുടുംബങ്ങളുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, അയൽവക്കക്കാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്. പടച്ചവനെ ഞങ്ങളുമായി ദുആ വസിയത്ത് ചെയ്ത പലരുമുണ്ടല്ലോ. ഈ സദസ്സിലുള്ളവരെയും പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഷാഫിയായ അല്ലാഹ് ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. സർവ്വ രോഗങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. മരുന്നില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കാതെ ICUവിൽ പ്രവേശിപ്പിക്കാതെ പടച്ചവനെ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് നമ്മുടെ സർവ്വ രോഗങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. സാമ്പത്തികമായി പല ഇടപാടുകൾ, കടങ്ങൾ, ബാധ്യതകൾ ഉള്ളവരാണ് പടച്ചവനെ. ഞങ്ങളുടെ ബാധ്യതകൾ പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും നിന്റെ ഖസനാവിൽ നിന്ന് വിചാരിക്കാത്ത വഴിയിലൂടെ നീ തുറന്നു തരണേ അല്ലാഹ്. പടച്ചവനെ മക്കളില്ലാത്ത നിന്റെ പേരിൽ ബേജാറായ ആളുകളുണ്ട് അല്ലാഹ്. അവരുടെ കുടുംബത്തിനും മറ്റും ഗർഭിണികളായ പ്രസവിക്കാൻ ദിവസങ്ങളെടുത്ത സഹോദരിമാരുണ്ട് പടച്ചവനെ. എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സുകൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റമദാനിന് ശേഷം എത്ര യുവാക്കൾ മരിച്ചുപോയി. പരിചയമുള്ളവരും ഇല്ലാത്തവരും കൂടുതൽ പ്രവാസികളാണ് പടച്ചോനെ. പെട്ടെന്നുള്ള മരണങ്ങളാണ് പടച്ചോനെ. നീ സലാമത്താക്കണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ബർസഖിയ
ഭംഗിയായ ലോകം റാഹത്തും സന്തോഷവും നിറഞ്ഞ ജീവിതമാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ നമ്മുടെ നാട്ടിൽ നിന്ന് പല നാടുകളിൽ നിന്ന് അല്ലാഹ് നിന്റെ വിരുന്നുകാരായി ഹാജിമാർ പഠിച്ചവനെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. ആർക്ക് ഈ കൊല്ലം ഹജ്ജിന് വേണ്ടി കരുതിയവരുണ്ടോ, അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയവരുണ്ടോ, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആ ഇബാദത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ആർക്കും നീ നൽകല്ലേ ഉണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ.